السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഖുതുബയിൽ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മുഹറം മാസത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെടാൻ കാരണം? മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിനിക്ക് എഴുതിയ വിശ്വവിഖ്യാതമായ ശറഹാണ് അദ്ദീബാജ്. ആ ശറഹിൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് വന്നിട്ട് ആരോ ചോദിച്ചു, വിശുദ്ധ മുഹറം മാസത്തിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും പവിത്രതയേറിയ റമളാൻ അടക്കമുള്ള ഒരുപാട് മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളെ പറ്റിയൊന്നും അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെടാതെ മുഹറമിനെ പറ്റി എന്താ അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയപ്പെടാൻ കാരണം എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു. സുഇൽതു എന്നാ പറഞ്ഞ, എന്നോട് ആരോ ചോദിച്ചു. അപ്പം അതിനുള്ള ഉത്തരം ഞാൻ കണ്ടെത്താൻ ഒരുപാട് അന്വേഷണം നടത്തി. അവസാനം ഞാൻ കണ്ടെത്തി, മഹാനവറുകൾ പറയുന്നു, മുഹറമിനെ അള്ളാഹുവിലേക്ക് ചേർത്തു പറയാനുള്ള കാരണം ലിഅന്ന ഹാദൽ ഇസ്മ ഇസ്ലാമിയുൻ ദൂന സാഇരി ശുഹൂർ. എല്ലാ പേരുകളും മാസങ്ങളുടെ പേരുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്ന പേരുകളാണ്. ആ പേരുകൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീൻ കൊണ്ടുവന്നതിന് ശേഷവും ആളുകൾ ഉപയോഗിക്കാറുള്ളത്. അതേസമയം മുഹറം എന്ന പേര് ജാഹിലിയ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്താ മുഹറമിനെ പറ്റി ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് സഫറുൽ അവൽ എന്നാണ്. റബിയുൽ അവൽ റബിയുൽ ആഖിർ ഉണ്ടല്ല, അതുപോലെ തന്നെ മുഹറമിനെ പറ്റി സഫറുൽ അവലുന്നും സഫറിനെ പറ്റി സഫറു സാനിയെന്നും അങ്ങനെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കടന്നു വന്നതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നിർദ്ദേശം കൊടുത്തു. അങ്ങനെയാണ് മുഹറമിനെ പറ്റി മുഹറം എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹറമിന് പേര് നിർദ്ദേശിച്ചു എന്നതുകൊണ്ടാണ് മുഹറം മാസത്തെ പറ്റി ഷഹറുല്ലാഹ് എന്ന് പറയാൻ കാരണമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദീവാജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ആ മാസം മുഴുവനും. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജൽ ഹൈതമി റഹിമഹുള്ളയോട് മുഹറമിലെ ആദ്യത്തെ 10 ദിവസം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസം പോലെ തന്നെ നോമ്പ് സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത്, ആദ്യത്തെ 10 ദിവസം വെറും സുന്നത്തല്ല, സുന്നത്തുൻ മുഅക്കദ, വളരെ ശക്തിയേറിയ സുന്നത്ത, മറിച്ച് ബൽ സൗമുഹു കുല്ലു, മുഹറം മാസം മുഴുവനും നോമ്പെടുക്കൽ അതും സുന്നത്ത് തന്നെയാണ്. അപ്പൊ മുഹറം ഉടനീളം നോമ്പെടുക്കൽ സുന്നത്ത. റമളാൻ മാസത്തിൽ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. അതുകൊണ്ട് മുഹറം മുഴുവനും നോമ്പെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ നോമ്പെടുക്കണം. പറ്റുന്നില്ലെങ്കിൽ 1 മുതൽ 11 വരെ പ്രധാനപ്പെട്ട സുന്നത്താണ്, ആ ദിവസങ്ങളിൽ നോമ്പെടുക്കണം. അതിനും പറ്റാത്തവർ ആശുറ ഇന്നും താസുആ ഇന്നും നോമ്പെടുക്കണം. ആശുറഇന്റെ മഹത്വം മനസ്സിലാകാൻ ആ പേര് തന്നെ ധാരാളം. എന്തുകൊണ്ടാണ് ആശുറ ഇന്ന് മുഹറം 10 ആശുറ എന്ന് പേര് വെച്ചിട്ടുള്ളത്? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവറുകൾ ഗുന്നയിൽ പറഞ്ഞു. അതിന് 3 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്കൊക്കെ അറിയുന്നത് പോലെ മുഹറം മാസത്തിലെ 10-നാണ് ആശുറ വരുന്നത്, അതുകൊണ്ടാണ് ആശുറ എന്ന് പേര് വെച്ചിട്ടുള്ളത്. മറ്റൊരു പേര്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹറം 10-ൽ അക്രമല്ലാഹു അശറത്തൻ മിനൽ അംബിയാഇ ബിഅശരി കറാമാത്ത്, പ്രഗൽഭരായ 10 അംബിയാക്കന്മാർക്ക് 10 അനുഗ്രഹങ്ങൾ, ബഹുമതികൾ കൊടുത്ത അനുഗ്രഹിച്ച ദിവസമാണ് ആശുറ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതടക്കം, തീകുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതടക്കം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വലിയ സ്ഥാനം കൊടുത്തതടക്കം, മഹാന്മാരായ 10ഓളം വരുന്ന പ്രഗൽഭരായ അമ്പിയാക്കന്മാർക്ക് 10 ബഹുമതികൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിച്ച ദിവസമാണ് ആശുറ. അതുകൊണ്ടാണ് ആശുറ എനിക്ക് ആശുറ എന്ന് പേര് വെച്ചിട്ടുള്ളത്. വേറെ ചില ആളുകൾ പറഞ്ഞു, 10 വലിയ ആദരവുള്ള ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ലൈലത്തുൽ ഖദർ അടക്കം 2 പെരുന്നാൾ ദിവസമടക്കം ആ 10 ബഹുമതിയുള്ള ദിവസങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിവസമാണ് ആശുറ. അതുകൊണ്ടാണ് ആശുറ എന്ന് പേര് വെക്കപ്പെട്ടിട്ടുള്ളത് എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും ആശുറ എന്ന് പറയുന്നത് വളരെ പവിത്രതയുള്ള ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ നമ്മൾ എന്തു ചെയ്യണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ളയോട് എന്താണ് ആശുറ എന്ന് ചെയ്യേണ്ടത് എന്ന ചോദ്യം ചോദിച്ചത് അജ്വിബത്തുൽ അജീബയിൽ കാണാം. ചോദ്യത്തിന്റെ തുടക്കം തന്നെ മാ യഫ്അലുഹു നാസു യൗമ ആശുറ എന്ന. ആശുറ എന്ന് ജനങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ചില ആളുകൾ സുഗന്ധം ഉപയോഗിക്കുന്നുണ്ട്, ചില ആളുകൾ ആശുറയെ പ്രമാണിച്ചുകൊണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട്, സുറുമയിടുന്നുണ്ട്, കയ്യിൽ മൊയിലാഞ്ചി ഇടുന്നുണ്ട്. ആശുറ എന്ന് സംസം കിണറിൽ നിന്നുള്ളൊരു ഉറവ നമ്മുടെയൊക്കെ വീട്ടിലെ കിണറിലേക്ക് വരുമെന്നും അതുകൊണ്ട് അന്നേ ദിവസം കുളിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾക്കൊക്കെ അത് പ്രത്യേക സുരക്ഷയാണ് എന്നൊക്കെയുള്ള വിശ്വാസപ്രകാരം പ്രത്യേകം കുളിക്കുന്നവരുണ്ട്. യതീം കുട്ടികളെ തലതടവുന്നവരുണ്ട്, രോഗികളെ സന്ദർശിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല സ്പെഷ്യൽ കർമ്മങ്ങളും ആശുറയിന് ജനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച അടിസ്ഥാന പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടത് എന്നായിരുന്നു ഇബ്നു ഹജർ തങ്ങളോട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിച്ചത്. അപ്പൊ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും വളരെ വിശദമായി വിശദീകരിച്ചുകൊണ്ട് അവസാനം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യുത്ലബു ഫീ യൗമിൽ ആശുറാഇ മിൻ ഹൈസു ഖുസൂസുഹു ബിഹി ഇല്ലാ സൗമുഹു വത്തൗസിയതു അലൽ ലിയാലി വസ്സദഖ. 3 കാര്യങ്ങൾ മാത്രമേ ആശുറയുമായി ബന്ധപ്പെട്ട് അംഗീകൃത പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. 1, ആശുറയുടെ ദിവസത്തെ നോമ്പ്. ഒരു വർഷത്തെ തെറ്റുകൾ മുഴുവനും പൊറുക്കപ്പെടാൻ മാത്രം കഴിവുള്ള വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് ആശുറയുടെ നോമ്പ്. അതുപോലെ തന്നെയാണ് താസുഅന്റെ നോമ്പും. താസുഅന്റെ നോമ്പും ആശുറ പോലെ തന്നെ ഒരു വർഷത്തെ തെറ്റുകൾ പൊറുപ്പിക്കുമെന്ന് അതേ അജ്വിബത്തുൽ അജീബയിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഇബ്നു ഹജർ തങ്ങളുടെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രമാണം കൊണ്ട് രണ്ടാമതായി സ്ഥിരപ്പെട്ടത് അത്തൗസിയത്തു അലൽ ഇയാൽ. ആശുറയുടെ അന്ന് കുടുംബക്കാർക്കൊക്കെ വിശാലമായ ഭക്ഷണത്തിന് സൗകര്യം ഒരുക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതി. ഒരാൾ ആശുറയുടെ അന്ന് കുടുംബാംഗങ്ങൾക്ക് വിശാലമായ ഭക്ഷണത്തിന് സൗകര്യം ഒരുക്കിയാൽ ഒരു വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കും. എന്നിട്ട് അതേ അജ്വിബത്തുൽ അജീബയിൽ പറഞ്ഞു, മഹാനായ പ്രഗൽഭനായ ഹദീസിന്റെ റാവിയായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമായി. 50 കൊല്ലം നബി തങ്ങൾ പറഞ്ഞതുപോലെ ആശുറ വരുമ്പോഴെല്ലാം കുടുംബത്തിന് വിശാലത ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഫമാ വജദ്നാഹു ഇല്ലാ ഖൈറ. നബി തങ്ങൾ പറഞ്ഞ ആ ഖൈർ, ആ ഗുണം ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശാലമായ ഭക്ഷണത്തിന് ഒരു വർഷം മുഴുവനും ആശുറയുടെ ഒരു ദിവസത്തെ ബറക്കത്ത് കൊണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അത് അനുഭവത്തിലൂടെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് കുടുംബത്തിന് വിശാലമായ ഭക്ഷണം ഒരുക്കണം, സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കണം. അതുപോലെ ആശുറ എന്ന് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് സ്വദഖ എന്ന് പറയുന്നത്. ഫത്ഹുൽ മുഈൻ തന്നെ നല്ല സമയങ്ങളിലും നല്ല സ്ഥലങ്ങളിലും പ്രത്യേകം സ്വദഖ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആശുറയുടെ ദിവസത്തെ സ്വദഖയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഒരു വർഷത്തെ സ്വദഖക്ക് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിനൊന്നും വകുപ്പില്ലാത്ത ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടോ അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദീനീ സ്ഥാപനങ്ങളിലേക്കോ പാവപ്പെട്ടവരിലേക്കോ എന്തെങ്കിലും സ്വതക്ക ചെയ്തുകൊണ്ട് ആ വലിയ പുണ്യം നേടിയെടുക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 സുന്നത്തുകൾ മഹാന്മാർ നമുക്ക് ആശുറയുടെ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ദിക്റുകൾ മഹാന്മാർ പതിവാക്കിയിട്ടുണ്ട്. ദുആക്കുത്തരമുള്ള പ്രത്യേകം ഹയാത്താക്കേണ്ട 15 രാത്രികൾ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽപ്പെട്ട ഒരു രാത്രി മുഹറമിലെ ആദ്യ രാത്രിയും അതുപോലെ തന്നെ ആശുറയുടെ മുഹറം 10ന്റെ രാത്രിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പവിത്രമാക്കപ്പെട്ട ധനരാത്രങ്ങൾ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.